ഹായ് കുട്ടികളെ, അക്ഷരമറ്റം ക്വിസുമായി ബന്ധപ്പെട്ട പാർട്ട് 7 വീഡിയോ ആണിത്. ഇതുവരെയുള്ള വീഡിയോസ് കാണാത്തവർ ചാനലിൽ കയറി കാണൂ കേട്ടോ. പിന്നെ ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതാനുള്ള സമയമുണ്ട്. അപ്പോൾ ഒന്ന് എഴുതി നോക്കുക, കിട്ടാത്ത ഉത്തരങ്ങൾ വീണ്ടും പഠിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചോദ്യം 1. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അതായത് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം വി നാരായണൻ. ചോദ്യം 2. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? ഉത്തരം വീണ ജോർജ്. ചോദ്യം 3. ഒറ്റവൈക്കോൽ വിപ്ലവം എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഒറ്റവൈക്കോൽ വിപ്ലവം എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം മസനോബു ഫുക്കുവോക്ക. ചോദ്യം 4. നിങ്ങളുടെ ഇരു ചെവികളിലുമായി എത്ര അസ്ഥികളുണ്ട്? നിങ്ങളുടെ 2 ചെവികളിലും കൂടി എത്ര അസ്ഥിയുണ്ട്? ഉത്തരം 6. ചോദ്യം 5. കേരളത്തിലെ നദികളിൽ നീളത്തിൽ 1-ാം സ്ഥാനത്തുള്ള നദി ഏതാണ്? കേരളത്തിലെ നദികളിൽ നീളത്തിൽ 1-ാം സ്ഥാനത്തുള്ള നദി ഏതാണ്? ഉത്തരം പെരിയാർ. ചോദ്യം 6. ഡോക്ടർ സാലിം അലി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഡോക്ടർ സാലിം അലി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഉത്തരം പക്ഷി നിരീക്ഷണം. ചോദ്യം 7. എട്ടുകാലി മാമൂഞ്ഞിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആരാണ് ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ചത്? എട്ടുകാലി മാമൂഞ്ഞിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആരാണ് ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ചത്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ചോദ്യം 8. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടിച്ചു ശക്തരാകുക എന്ന് നമ്മെ ഉപദേശിച്ച മഹാൻ ആരാണ്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടിച്ചു ശക്തരാകുക എന്ന് നമ്മെ ഉപദേശിച്ച മഹാൻ ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 9. രാമാനുജൻ ഏത് സംസ്ഥാനത്താണ് ജനിച്ചത്? രാമാനുജൻ ഏത് സംസ്ഥാനത്താണ് ജനിച്ചത്? ഉത്തരം തമിഴ്നാട്. ചോദ്യം 10. പുരാവസ്തുക്കളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേര് എന്താണ്? പുരാവസ്തുക്കളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം ആർക്കിയോളജി. ചോദ്യം 11. ശ്രീനാരായണ ഗുരു ജനിച്ചത് എന്നാണ്? ശ്രീനാരായണ ഗുരു ജനിച്ചത് എന്നാണ്? ഉത്തരം 1856. ചോദ്യം 12. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആന്ധ്രാക്കാരിയാണ്. അവരുടെ പേരെന്താണ്? എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആന്ധ്രാക്കാരിയാണ്. അവരുടെ പേര് എന്താണ്? ഉത്തരം മലാവത് പൂർണ്ണ. ചോദ്യം 13. ആത്മോപദേശ ശതകം എഴുതിയത് ആരാണ്? ആത്മോപദേശ ശതകം എഴുതിയത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 14. ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പ് ഇറക്കിയ ആദ്യ വിദേശ രാജ്യം ഏത്? ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മയ്ക്കായി തപാൽ സ്റ്റാമ്പ് ഇറക്കിയ ആദ്യ വിദേശ രാജ്യം ഏതാണ്? ഉത്തരം ശ്രീലങ്ക. ചോദ്യം 15. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 16. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം BR അംബേദ്കർ. ചോദ്യം 17. അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് എന്താണ്? അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേരെന്താണ്?
ഉത്തരം ലിറ്റിൽ ബോയ്. ആഗസ്റ്റ് 9 വർഷിച്ചത്. ചോദ്യം 18. ലോകത്തിലെ ആദ്യത്തെ ഈ തുറമുഖം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ഈ തുറമുഖം ഏതാണ്? ഉത്തരം കൊച്ചി. ചോദ്യം 19. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ കേരളത്തിൽ ആദ്യമായി മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ കേരളത്തിൽ ആദ്യമായി മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഉത്തരം ഡയൽ വ്യൂ, തിരുവനന്തപുരം. ചോദ്യം 20. KYC ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? KYC ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം നോ യുവർ കസ്റ്റമർ. ചോദ്യം 21. പൂർണ്ണമായും ജൈവ കൃഷിരീതി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? പൂർണ്ണമായും ജൈവ കൃഷിരീതി ആരംഭിച്ച ആദ്യ സംസ്ഥാനം. ഉത്തരം സിക്കിം. ചോദ്യം 22. കേരള നിയമസഭയിലേക്ക് ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ്? കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ്? ഉത്തരം WH ഡിക്രൂസ്. ചോദ്യം 23. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5 സാർവദേശീയ അധ്യാപക ദിനം ഏത് ദിവസമാണ്? ഉത്തരം ഒക്ടോബർ 5. ചോദ്യം 24. ഇന്ത്യയുടെ ആദ്യ സൂര്യപരിവേഷണ പദ്ധതിയുടെ പേര് എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യപരിവേഷണ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ആദിത്യ L1. ചോദ്യം 25. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം നടത്താൻ അധികാരമുള്ള ഒരേയൊരു സംഘടന ഏതാണ്? അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം നടത്താൻ അധികാരമുള്ള ഒരേയൊരു സംഘടന ഏതാണ്? ഉത്തരം ഫിഫ. ചോദ്യം 26. അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ താരം വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ കായിക താരം വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഹോക്കി. ചോദ്യം 27. 128 പുതിയ ഉപഗ്രഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ ശനിയുടെ ഇപ്പോഴത്തെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? ശനിയുടെ ഇപ്പോഴത്തെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 274. ചോദ്യം 28. 12,500 വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞുപോയ ഡയർ വുൾഫ് എന്ന ചെന്നായ ഇന്നത്തെ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ പുനഃസൃഷ്ടിച്ച അമേരിക്കൻ ബയോടെക് കമ്പനി ഏതാണ്? 12,500 വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞുപോയ ഡയർ വുൾഫ് എന്ന ചെന്നായ ഇനത്തെ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ പുനഃസൃഷ്ടിച്ച അമേരിക്കൻ ബയോടെക് കമ്പനി ഏതാണ്? ഉത്തരം കൊളോസൽ ബയോസയൻസ്. ചോദ്യം 29. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ബോംബിംഗ് ഓപ്പറേഷൻ ഏതാണ്? ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ബോംബിംഗ് ഓപ്പറേഷൻ ഏതാണ്? ഉത്തരം ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ചോദ്യം 30. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെ ഞാൻ എന്ന കവിത എഴുതിയതാരാണ്? അതായത് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് തുടങ്ങുന്ന കവിത എഴുതിയതാരാണ്? ഉത്തരം കുമാരനാശാൻ. ചോദ്യം 31. അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും ദാരിദ്രനായ പ്രസിഡന്റ് എന്നറിയപ്പെട്ടിരുന്ന ലാറ്റിൻ അമേരിക്കൻ വിമോചക നേതാവും യുറഗ്വായ്
മുൻ പ്രസിഡന്റുമായിരുന്ന ജനകീയ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഹോസെ മുഹിക. കേരളത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയായിട്ടാണ് ഡോക്ടർ എ ജയതിലക് സ്ഥാനമേറ്റത്? കേരളത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയായിട്ടാണ് ഡോക്ടർ എ ജയതിലക് സ്ഥാനമേറ്റത്? ഉത്തരം 50ാമത്തെ. ചോദ്യം 33. 2025 പത്മവിഭൂഷൺ നേടിയ കൗമുദിനി ലഖിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2025 പത്മവിഭൂഷൺ നേടിയ കൗമുദിനി ലഖിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കഥക് നർത്തകി. ചോദ്യം 34. വാർത്തകളിൽ ഇടം നേടിയ യൗണ്ടേ പ്രഖ്യാപനം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? വാർത്തകളിൽ ഇടം നേടിയ യൗണ്ടേ പ്രഖ്യാപനം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം മലേറിയ നിർമ്മാർജ്ജനം. ചോദ്യം 35. ശ്രീബുദ്ധൻ ആദ്യമായി സാരോപദേശം നൽകിയ സ്ഥലത്ത് അശോക ചക്രവർത്തി പണിത സ്തൂപത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്വീകരിച്ചത്. എവിടെയാണ് ഈ സ്ഥലം? അതായത് ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്വീകരിച്ചത് അത് ഏത് സ്ഥലത്ത് നിന്നാണ്? ഉത്തരം സാരാനാഥ്. ചോദ്യം 36. കേരളത്തിൽ എത്ര നദികളുണ്ട്? കേരളത്തിൽ എത്ര നദികൾ ഉണ്ട്? ഉത്തരം 44. ചോദ്യം 37. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ചോദ്യം 38. അന്യായമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെ പ്രയോഗിക്കുന്ന റിട്ട് ഹർജി ഏതാണ്? അന്യായമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെ പ്രയോഗിക്കുന്ന റിട്ട് ഹർജി ഏതാണ്? ഉത്തരം ഹേബിയസ് കോർപ്പസ്. ചോദ്യം 39. ഡൽഹിക്കും ലക്നൌവിനും ഇടയിൽ ഓടുന്ന തേജസ് എക്സ്പ്രസിൻ്റെ പ്രത്യേകത എന്താണ്? ഡൽഹിക്കും ലക്നൌവിനും ഇടയിൽ ഓടുന്ന തേജസ് എക്സ്പ്രസിൻ്റെ പ്രത്യേകത എന്താണ്? ഉത്തരം ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തീവണ്ടി. ചോദ്യം 40. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എന്നാണ്? ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എന്നാണ്? ഉത്തരം 2023 ജൂലൈ 14. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് ആദിത്യ L1 വിക്ഷേപിച്ച തീയതി എന്നാണ്? ആദിത്യ L1 വിക്ഷേപിച്ച തീയതി എന്നാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.